ജിക്ക് പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഗേൾസ് തിരുവനന്തപുരത്ത് ഒരു വീട് റെൻ്റൊക്കെ എടുത്തിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുക്കിങ്ങൊക്കെ നമ്മൾ തന്നെ ചെയ്യും. ഫുഡൊക്കെ പാഴ്സലാക്കി നമ്മൾ ടെക്നോ പാർക്കിലേക്ക്, അവിടെ ഒരു കമ്പനിയിലായിരുന്നു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പോയി അവിടുന്ന് കമ്പനിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് രാത്രിയത്തേക്ക് കുക്കിംഗ് നല്ല രസമായിരുന്നു. ഇടയ്ക്ക് ഡെമോ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവരുടെയും പേരൻസ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് അധികം കേട് കൂടാതെ കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാർ പോലെയൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതിലൊരു ഫ്രണ്ട് ഞങ്ങൾക്ക് അരിക്കടുക്ക കല്ലുമ്മക്കായ കൊണ്ട് ഉണ്ടാക്കുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്തിക്കൽ റിസ്ക് പരിപാടിയായിരുന്നു. എന്നിട്ടും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. രാത്രി ലേറ്റായിട്ട് ആവി കയറ്റി ഉണ്ടാക്കി രാവിലെ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചു. അങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ആയിരിക്കും. കൊതിമൂത്ത് ചിക്കൻ ബിരിയാണി കിട്ടിയിരുന്നെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ഒരു പരിപ്പ് കറിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അപ്പോൾ ഇവിടുന്ന് ഒരാൾ ഹോസ്റ്റലിലേക്ക് താമസം മാറിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാന്ന്. ഇപ്പോൾ കക്ഷി നാട്ടിലുണ്ട്. ഇനി തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണമാണ്. സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളിത് നോൺ വെജിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഫ്രോസൺ മോമോസ്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് കൊടുത്തയക്കാം. അപ്പം ഇതിനു വേണ്ടി ക്യാരറ്റ്, ക്യാബേജ്, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, മല്ലിയില, ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്ത് ചിത്തിയായി പോവോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് അധികമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെജിറ്റബിൾസ് നന്നായിട്ട് സോട്ട് ചെയ്ത് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ മൈദ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് ചെറിയ ബൗൾസ് ആക്കിയിട്ട് ചെറിയ റൗണ്ട്സിൽ പരത്തി എന്നിട്ട് ഷേപ്പാക്കലായിരുന്നു മെയിൻ ടാസ്ക്. 1-2 പ്രാവശ്യം ഓരോരാളായിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ കുറേ അധികം ഷേപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടിയാണ്. ഇങ്ങനെ എല്ലാ സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന 2 എൻഡും കൂടി ഒരുമിച്ചൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു വെറൈറ്റി ഷേപ്പ് കിട്ടും. കാണാനൊക്കെ കൊള്ളാം. ഒരു മോമോസിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ടാണ് ഫ്രോസൺ ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ നൈറ്റാണ് ഇവിടുന്ന് പോകുന്നത്. അതുവരെ ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ കെറ്റിലിൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റി കഴിക്കാം. അതായിരുന്നു പ്ലാൻ. അപ്പോൾ സംഭവം നല്ല സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കി. നല്ല സ്പൈസി ഷെസ്വാൻ സോസിൽ മുക്കിയിട്ട് അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയമുള്ളപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലുമൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രോസൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുക്ക്ഡ് ആയതുകൊണ്ട് അധികം ചീത്തയാവാതെ നമുക്ക് യൂസ് ചെയ്യാം.